ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ആദർശ് എന്നാണ്. ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. അപ്പോൾ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് ക്ലിക്ക് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നേ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് മോണിറ്റൈസേഷൻ ആയ ശേഷം ഞാൻ പിന്നെ അത് ഉപയോഗിക്കത്തില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബുകാർ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ വീണ്ടും 4000 വാച്ച് അവർക്ക് സെറ്റ് ചെയ്ത് വീണ്ടും ക്ലിക്ക് ആവണം എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അത് വേണ്ട, തൽക്കാലം പുതിയൊരു ചാനൽ തുടങ്ങി എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് എന്ന് നോക്കാം. ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഒരു അഡ്വർടൈസ്മെൻറ്റോ ഷോർട്സോ അങ്ങനെ എന്തോ കണ്ടതാണ്. യൂട്യൂബിൽ റീച്ച് ആവാൻ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ട്. എനിക്ക് പിന്നെ അതൊന്ന് ചെയ്ത് നോക്കിക്കളയാം എന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു സംഭവം കണ്ടായിരുന്നു, ഒരു മോട്ടിവേഷൻ സംഭവം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഇന്ന് തന്നെ ചെയ്യുക എന്നൊരു മോട്ടിവേഷൻ ടോക്ക് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കളയാന്ന് വെച്ചു. എന്നെ പോലെയുള്ളവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ഒരു ചൂടേ ഉള്ളൂ. ഒരു മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം. ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിത് വീണ്ടും മറക്കും, ഇല്ലെങ്കിൽ മടുക്കും, വേറൊരു എൻ്റർടൈൻമെൻറ്റിലേക്ക് നമ്മൾ പോകും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കളയാം. നിങ്ങളും കൂടെ കൂടുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കളയാം. ഞാനിപ്പോൾ തന്നെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ മെയിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഒരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഷോർട്സ് അല്ലാതെ ഒരു മെയിൻ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനുള്ളത്. അതെന്തായാലും മെയിനായിട്ട് ശ്രദ്ധിച്ചോളണം. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ലൈവായിട്ടൊരു വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെയാണ്, ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്, പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്, മേളോട്ടൊക്കെ ഫാനുണ്ട്, അതേപോലെ മീറ്റർ ബോർഡ്, TV, ഇങ്ങനെ TV ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യണം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ എന്താ പറഞ്ഞാൽ എൻ്റെ തലയുടെ, ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ തലയുടെ ഇവിടേക്ക് ഇങ്ങനെ കട്ടാകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഷേക്ക് ആകുന്നു. ഇതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു ട്രൈപോഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. 2 കാര്യങ്ങൾ സെറ്റായി. ട്രൈപോഡ് സെറ്റായി, പോർട്രേറ്റ് മോഡിൽ നിന്ന് മാറി നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് വന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞാൽ കണ്ടന്റാണ്. കണ്ടന്റ് നമ്മുടെ മനസ്സിൻ്റെതുപോലെ എന്താണോ നമുക്ക് പറ്റുന്നത്. ഇപ്പം നമ്മുടെ വർക്ക് ബേസ്ഡ് ആയിരിക്കാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ സൗണ്ട് എഞ്ചിനീയർ, DJ ആണ്. എൻ്റെ കയ്യിലുള്ള സൗണ്ട് എക്യുപ്മെൻസും ലൈറ്റിൻ്റെ എക്യുപ്മെൻസും ഒക്കെ വെച്ചിട്ട് അതിനൊരു റിവ്യൂവോ അത് എങ്ങനെയാണ് വർക്കിംഗ് എന്നോ അങ്ങനെ കാണിച്ചു വേണമെങ്കിൽ എനിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ആ ഒരു വഴിക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ ചാനൽ അങ്ങനത്തെ ഒരു രീതിയിലല്ല ഞാൻ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ വ്ളോഗ് പോലെ, വ്ളോഗിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ട്രാവൽ വ്ളോഗ് ഉണ്ട്, ഫുഡ് വ്ളോഗ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ ആ കണ്ടന്റ് തന്നെ ഇട്ട് പോകണം എന്നുള്ളൊരു ഇത് അൽഗോരിതം കാണുമായിരിക്കും യൂട്യൂബിന്. ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞു തരുന്ന സംഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റീസ് കിട്ടും. പിന്നെ മെയിനായിട്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഉണ്ട്. ഇപ്പോൾ AI ആണ് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ AI നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ChatGPT, Gemini, ഇത് രണ്ടുമാണ് ഇപ്പം നമുക്ക് മെയിനായിട്ട് എടുക്കാൻ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ടിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മുടെ ഐഡിയ എന്തെങ്കിലും കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ഒന്ന് യൂട്യൂബ് ഷോർട്സോ യൂട്യൂബ് കണ്ടന്റ് ആക്കി അതിനടുത്ത് പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് ക്യാമറ എങ്ങനെ ആംഗിൾ ചെയ്യണം, അതിനൊരു തമ്പനെയിൽ, അതിനൊരു ഹെഡിങ്, ടാഗ്, എല്ലാം ക്യാപ്ഷൻ ഉൾപ്പെടെ ഫുൾ കണ്ടന്റ് നമുക്ക് AI വഴി കിട്ടും. അതുകൊണ്ട് ഇപ്പോഴത്തെ യൂട്യൂബ് നമുക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എൻ്റെ കൂടെ ഈ 3 മാസത്തെ ടാസ്കിന് ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ. പിന്നൊരു കാര്യം പറയാൻ പറ്റേ, ഞാൻ എന്തായാലും ഈ ടാസ്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ മുതലാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു, നിങ്ങൾ പലരും കണ്ടു. അപ്പോൾ നിങ്ങൾക്കൊരു ടൈം കാണുമല്ലോ. ഇപ്പോൾ ശനി, ഞായർ, ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഇനി സാറ്റർഡേ, സൺഡേ 2 ദിവസത്തെ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. നമുക്കൊരു 0 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തുടങ്ങി കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇൻഫോർമേഷൻ ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരാനും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ.